الحمد لله. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സത്യവിശ്വാസികളെ, വിശ്വാസികളെ, റഹ്മാനായ റഹീമായ അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിതത്തെ ക്രമീകരിക്കണേ എന്ന് സ്വന്തത്തെയും നിങ്ങളെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഗഫൂറായ റബ്ബ് റമളാനിന്റെ ദിനരാത്രങ്ങളിൽ ധാരാളമായി അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്ന അവൻ ഇഷ്ടപ്പെട്ട അടിമകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു തന്റെ ഭാര്യയോടൊപ്പമുള്ള അവർ ഒന്നിച്ച് തനിച്ചിരിക്കുന്ന ഒരു സന്ദർഭത്തെ നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുന്നു. രണ്ടുപേരും തങ്ങളുടേതായ ലോകത്ത് കൊച്ചു വർത്തമാനങ്ങൾ പറഞ്ഞിരിക്കുമ്പോൾ കൂടെ ഇരിക്കുന്ന പ്രിയതമൻ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു കരയുന്നുണ്ട് എന്നാണ്. സ്വാഭാവികമായും ആ കണ്ണുനീരിന്റെ കാരണം അന്വേഷിക്കുമ്പോൾ നമ്മള് സാധാരണ നമ്മളൊക്കെ പറയാനുള്ള ഒരു കാരണമായിരുന്നില്ല അദ്ദേഹത്തിന്റെ. താൻ കരയാനുള്ള കാരണം അദ്ദേഹം വിശദീകരിക്കുന്നത് രണ്ടായത്തുകൾ തന്റെ പ്രിയതമയുടെ മുമ്പിൽ ഓതിക്കേൽപ്പിച്ചുകൊണ്ടായിരുന്നു. സൂറത്തു മറിയമിലേതാണ് ആ രണ്ട് വചനങ്ങൾ. വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ സുമ്മ നുനജ്ജിൽ ലദീന തഖൗ വനദറു ളാലിമീന ഫീഹാ ജസിയ. ആ വാചകങ്ങളുടെ അർത്ഥം ഇങ്ങനെയാണ്: നാളെ പാരത്രിക ലോകത്തെത്തുമ്പോൾ അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളതായ നരകത്തിന്റെ സമീപത്ത് കൂടെ കൊണ്ടുവരപ്പെടാത്തവരായി ആരുമില്ല. അത് അള്ളാഹു നടപ്പിലാക്കുന്ന ഒരു തീരുമാനമാണ്. എന്നിട്ട് തഖ്വയുള്ള മനുഷ്യന്മാരെ അള്ളാഹ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും, ബാക്കിയുള്ളവർ അവിടെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുമെന്ന രണ്ട് വാചകങ്ങളാണ് തങ്ങളുടേതായ കൊച്ചു വർത്തമാനങ്ങൾ പറഞ്ഞിരിക്കുന്ന സ്വകാര്യ നിമിഷങ്ങളിലും അവരുടെ ഓർമ്മകളിൽ നരകത്തിന്റെ ഭീകരത അവരുടെ മനസ്സുകളിലും ഓർമ്മകളിലും ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പ്രിയപ്പെട്ടവരെ, അതിനു മാത്രം എന്താണ് നരകത്തിന് ഇത്ര ഭീകരത? തങ്ങളുടേതായ
നിമിഷങ്ങളിലും തങ്ങൾ സന്തോഷിക്കേണ്ട വേളകളിലും തങ്ങളുടെ പുഞ്ചിരിയും തങ്ങളുടേതായ ഇടങ്ങളിലേക്കും നരകം കടന്നു വരാൻ മാത്രമുള്ള ഭീകരത എന്തായിരുന്നു എന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതില്ലേ? വിശുദ്ധ ഖുർആൻ നരകത്തെ കുറിച്ച് പരാമർശിക്കുന്ന ചില പദപ്രയോഗങ്ങളുണ്ട്. വിശുദ്ധ ഇസ്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളിൽ നരകത്തെ കുറിച്ച് പറയപ്പെട്ട ചില പ്രയോഗങ്ങളുണ്ട്. അത് മനുഷ്യന്റെ കരള് പിച്ച് ചീന്തി ഉള്ളിലേക്ക് പ്രവേശിച്ച്, ഹേ മനുഷ്യ, നിനക്ക് നന്നാകാനായിട്ടില്ലടോ എന്ന് മാത്രം ചോദിക്കാൻ ശക്തിയും പവറുമുള്ള വാചകങ്ങളാണ് വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും നമുക്ക് നരകത്തിന്റെ പ്രയോഗങ്ങൾ വായിക്കുമ്പോഴും പരിശോധിക്കുമ്പോഴും കാണാൻ സാധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് ഒരിക്കൽ പറയുന്നുണ്ട്, നാറുക്കും ജുസ്ഉം മിൻ 70 ജുസ്അൻ മിൻ നാരി ജഹന്നം. നിങ്ങളുടെ തീ ഉണ്ടല്ലോ, നിങ്ങളുടെ അഗ്നി ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഇഹലോകത്തിനുള്ള അഗ്നി ഉണ്ടല്ലോ, അത് മിൻ 70 ജുസ്അ, 70-ൽ ഒരംശം മാത്രമാണ് ഉള്ളത് എന്നാണ്. നരകത്തിന്റെ 70-ൽ ഒരംശം മാത്രമേ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുള്ളൂ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് തിരിച്ചു ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് ഇൻ കാനത് ലകാഫിയ, ആ ഒന്നെന്നെ മതിയല്ലോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഒന്ന് ഏപ്രിലും മെയ്യും ആകുമ്പോഴേക്കും ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാറില്ല, നമ്മുടെ സ്വാഭാവികതയാണ്. പ്രിയപ്പെട്ടവരെ, കത്തിച്ചു വെച്ച ആ അടുപ്പിൽ നിന്നും അതല്ലെങ്കിൽ ഗ്യാസ് സ്റ്റോപ്പിൽ നിന്നും ഒരു അരമുക്കാൽ മണിക്കൂർ അതിന്റെ മുകളിൽ തിളച്ച വെള്ളം 2 വയസ്സുകാരന്റെ ശരീരത്തിലേക്ക് ഒന്ന് മറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ഓട്ടങ്ങളും മണ്ടിപ്പാച്ചിലുകളും അല്ലേ? എത്രങ്ങാനും ശതമാനം തന്റെ കുഞ്ഞിന്റെ ശരീരത്തിൽ നിന്നും വെന്തു പോകുന്നു. ആ ദുനിയാവിലെ എല്ലാ അഗ്നിയും, ആ അഗ്നിയുടെ മുഴുവൻ ചൂടും 70-ൽ 1 മാത്രമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വഹാബത്തിന് വിശദീകരിച്ചു കൊടുത്തപ്പോൾ അത് തന്നെ മതിയല്ലോ എന്നായിരുന്നു സ്വഹാബത്തിന്റെ മറുപടി. അപ്പൊ റസൂലുള്ളാഹ് പറഞ്ഞതാണ്, ഫുദ്ദിലത അലൈഹിന്ന ബി69 ജുസ്അ കുല്ലുഹുന്ന മിസ്ലു ഹദ്ദിഹാ. ബാക്കി 69-ഉം 70-ൽ 1 കഴിഞ്ഞാൽ ബാക്കി 69-ഉം അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷയ്ക്ക് വേണ്ടി നരകത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പറയപ്പെട്ടവർ, ഒന്നിന്റെ ഒരു അംശം തന്നെ നമുക്ക് താങ്ങാൻ കഴിയുന്നത്. ദുനിയാവിലെ 1 എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും അനുഭവിക്കാത്തതാണല്ലോ ആ ചൂട്. അതിൽ എത്രയോ ചെറിയൊരു അംശം മാത്രമേ നമ്മൾ അനുഭവിച്ചിട്ടുള്ളൂ. എന്നാൽ ആ 1-ന്റെ ബാക്കി 69 അങ്ങ് നരകത്തിൽ അല്ലാഹു സംവിധാനിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ എന്തായിരിക്കും ആ തീന്റെ ചൂട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൂടിനെ കുറിച്ചും തീനെ കുറിച്ചും നരകത്തെ കുറിച്ചും പഠിപ്പിച്ചപ്പോഴാണ് കല്ലാ ഇന്നഹാ ലല്ലാഹ്, വേണ്ടട്ടോ, കളിക്കാൻ പറ്റിയ തീയല്ല അത്. അഗ്നിക്ക് അത് തമാശക്കുള്ള സംഗതിയല്ല. നസ്സാഅത്തൻ ലിശ്ശവാ, തലയോട്ടി പോലും കരിച്ചു കളയാൻ സെക്കൻഡുകൾ പോലും വേണ്ടതില്ലാത്ത ചൂടുള്ള തീയാണ് എന്നാണ്. നോക്കൂ നിങ്ങൾ, ഒരു സാധാരണത്തിൽ പണ്ട് കാലങ്ങളിൽ ഇപ്പോഴും ഉണ്ട് അല്ലെ, ചിലയിടങ്ങളിലൊക്കെ അമുസ്ലിങ്ങൾ, ചില ആളുകൾ മയ്യിത്തായാൽ ശവശരീരം കത്തിക്കാറുണ്ട്. ആ സ്വാഭാവിക കത്തിക്കലിൽ കത്തി അമരാത്ത ഒന്നാണ് തലയോട്ടി എന്ന് പലപ്പോഴും അതിന്റെ വെണ്ണീർ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കും. ഇനി അത് പൊട്ടണമെങ്കിൽ തന്നെ മണിക്കൂറുകളോളം കത്തിക്കഴിഞ്ഞാലാണ് ഒരു ശബ്ദം കേൾക്കുക എന്ന് പറഞ്ഞാൽ തലയോട്ടി പൊട്ടിയതാണ്. എന്നാൽ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ പഠിപ്പിച്ചു തരാണ്, തലയോട്ടി പൊട്ടാൻ അധികമൊന്നും സമയം വേണ്ടതില്ലാത്ത, അതിനു മാത്രം ചൂടുള്ള ഒന്നാണ് നരകത്തിന്റെ തീ എന്നാണ്. എന്നിട്ട് ആ ചൂടുള്ള ആ തീ കൊണ്ടാണ് നരകത്തിലെ മനുഷ്യന്റെ വസ്ത്രമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. ഫല്ലദീന കഫറു, സത്യനിഷേധികൾക്ക്, നരകത്തിന്റെ അവകാശികൾക്ക് ഇപ്പറഞ്ഞ ചൂടുള്ള നരകത്തീയിൽ നിന്നും മുറിച്ചു കൊടുക്കുന്നതാണ് അവനുള്ള വസ്ത്രമെന്ന്. എന്നിട്ടോ അവന്റെ തലയോട്ടിപ്പോലും ഉരുകിപ്പോകുമാറ് അവന്റെ ശരീരത്തിലൂടെ വെറുമൊരു ദ്രാവകമാകുന്ന രൂപത്തിലേക്ക് ആ വസ്ത്രം, തീയാകുന്ന വസ്ത്രം അവനെ മാറ്റിക്കളയും എന്ന് കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പഠിപ്പിച്ചു തരുന്ന പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് താങ്ങാൻ കഴിയില്ല അത്. ഇന്നഹാ തർമീ ബിശറരിൻ കൽ ഖസ്ർ, അതിന്റെ തീപ്പൊരി ഉണ്ടല്ലോ അല്ലെ, മംഗലത്തിന്റെ തലേ ദിവസം 3 കല്ല് വെച്ച് അതിന്റെ മുകളിലേക്ക് ചെമ്പ് വെച്ച് അടിയിലേക്ക് വിറക്
തിരിച്ചു വെച്ച് അതിലേക്ക് പെട്രോളും മണ്ണെണ്ണയും ഒഴിച്ച് അതിനെ ആളി കത്തിക്കുമ്പോൾ അതിൽ നിന്നും ഒരു തീപ്പൊരി വരുമ്പോൾ നമ്മുടെ വസ്ത്രത്തിൽ വന്നിരുന്നാൽ അവിടെ ഒരു ദ്വാരം ഉണ്ടാവും. ഒരു തീപ്പൊരി ദ്വാരം ഉണ്ടാക്കുന്നതുണ്ടാവും, ഇല്ലാകുന്നതുണ്ടാവും. എന്നാൽ അള്ളാഹ് പറയാ അങ്ങനത്തെ ഒരു തീപ്പൊരിയുടെ വലിപ്പം പറയാ ഇന്നഹാ തർമീ ബിശററിൻ കൽഖസ്ർ. നരകത്തിലെ ഒരു തീപ്പൊരി എങ്ങനെയാണെന്നോ ഒരു കൊട്ടാരത്തിന് സമാനമാണ് ഒരു തീപ്പൊരി എന്ന് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ പഠിപ്പിച്ച് കാണിച്ചു തരികയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് താങ്ങാൻ കഴിയില്ല. ഈ നരകത്തിന്റെ കവാടങ്ങളാണ് റമളാൻ മാസത്തിൽ കൊട്ടിയടച്ചിട്ടുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ആ നരകം ഭീകരമാണെങ്കിൽ ആ ഭീകരമാകുന്ന നരകത്തിന്റെ കവാടങ്ങൾ റമളാൻ മാസം എത്തിയാൽ കൊട്ടിയടക്കപ്പെടുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. നോക്കൂ, വിശുദ്ധ ഖുർആനിലെ നമുക്ക് പരിചയമുള്ള ഒരു സൂറത്തുണ്ട്, സൂറത്തുൽ ഫജ്ർ. അതിൽ അല്ലാഹ് നമ്മളോട് പറയുന്ന ഇതാ ദുഃഖത്തില്ല ലോകം അവസാനിക്കുന്ന ചില നിമിഷങ്ങളെ പഠിപ്പിച്ചിരുന്നു. ഭൂമി പൊടിപൊടിയായി ഒന്നുമല്ല, ഈ കാണുന്ന ഭീകരമായ രൂപത്തിലുള്ള ഭൂമിയും പർവ്വതങ്ങളും എല്ലാം പൊടിപൊടിയാകുന്ന ഒരു നിമിഷമുണ്ട്. അന്ന് നിന്റെ റബ്ബും കൂടെ മലക്കുകളും സൊഫായി വരുന്ന റബ്ബ് വരും, അതോടൊപ്പം മലക്കുകൾ വന്ന് സൊഫായി നിൽക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. അന്നത്തെ ദിവസം കൊണ്ടുവരപ്പെടും. അന്ന് ജഹന്നമിനെ നരകത്തിന് കൊണ്ടുവരപ്പെടും. അന്ന് മനുഷ്യന് ഓർമ്മ വരും, അന്ന് മനുഷ്യൻ ചിന്തിക്കും. കാരണം മരിച്ച് പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട് അവന്റെ മുമ്പിൽ മലക്കുകൾ നരകം വലിച്ചു കൊണ്ടുവരപ്പെടുന്ന ഒരു നിമിഷത്തിൽ അവൻ കണ്ണുകൊണ്ട് കാണുകയാണ്. കാരണം കണ്ടിട്ടില്ലാത്ത ഒരു ലോകത്തെ കുറിച്ച് ദുനിയാവിൽ വെച്ച് പറഞ്ഞപ്പോൾ അവന് വിശ്വാസമില്ല. അംഗീകരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിനനുസരിച്ച് അവന്റെ ജീവിതം അവൻ ക്രമീകരിച്ചില്ല. പിന്നെ പരലോകത്തെത്തിയിട്ട് ആ നരകം ഇങ്ങനെ കാണണം. അന്നവങ്ങനെ ചിന്തിക്കുന്നതാണ്, പറച്ചോനെ ഇതന്നെയാണല്ലോ ഖുർആൻ പറഞ്ഞിരുന്നത്, ഇതാണല്ലോ അന്ന് ഖുത്ബയിൽ പറഞ്ഞിരുന്നത്, ഇതാണല്ലോ അന്ന് ക്ലാസുകളിൽ കേട്ടിരുന്നത്, ഞാൻ കിതാബിൽ വായിച്ചതും തഫ്സീറുകളിൽ വായിച്ചതും ഇതാണല്ലോ. അള്ളാഹ് പറയണേ എന്തിനാണ് ഇന്നത്തെ ദിവസങ്ങൾ ആലോചിച്ചിട്ട് എന്തൊരു കാര്യമില്ല. കാരണം അന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും ഒരു വിലാപമുണ്ട്. ആ നരകം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ജീവിതത്തിന് വേണ്ടി, എന്റെ ജീവിതം എന്ന് ഒരു മനുഷ്യൻ പറയുന്ന പരലോകത്തെ കുറിച്ചിട്ടാണ്. എന്റെ ജീവിതം എന്റെ ജീവിതത്തിന് വേണ്ടി ഞാൻ മുൻകൂട്ടി എന്തെങ്കിലും ചെയ്തു വെച്ചിരുന്നുവെങ്കിൽ എന്ന് അവിടുന്ന് വിലപിക്കുമെന്നാണ്. ആ നരകത്തെ കുറിച്ചാണ് റസൂലുള്ളാഹി ഹദീസിൽ വിശദീകരിച്ചത്. ആ ദിവസം നരകം കൊണ്ടുവരപ്പെടുമ്പോൾ ഒരു നരകത്തിന് കൊണ്ടുവരപ്പെടുന്ന നരകത്തിന് 70,000 കടിഞ്ഞാണുകൾ ഉണ്ടാവുന്നതാണ്. 70,000 കടിഞ്ഞാണുള്ള നരകം. ഇനി കേൾക്കണോ, ആ 70,000 കടിഞ്ഞാണിലെ ഓരോ കടിഞ്ഞാണും പിടിച്ചു വലിച്ചു കൊണ്ടുവരാൻ ഒരു കടിഞ്ഞാണിൽ 70,000 മലക്കുണ്ടാവുന്നതാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, 70,000 കടിഞ്ഞാണ് വലിക്കാൻ എത്ര മലക്കുകൾ ഉണ്ടാവുന്നത് നമ്മളൊന്ന് കൂട്ടിയാൽ മതി. പ്രിയപ്പെട്ടവരെ, അത്രയും മലക്കുകൾ. ഒരു മലക്കിന്റെ വലുപ്പം എന്താണെന്നറിയോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 തവണ ജിബ്രീലിനെ കണ്ടു. 2 തവണ കണ്ടിട്ടുള്ളൂ. ഒന്നാമത്തെ തവണ കണ്ടപ്പോൾ പിന്നെ എന്റെ ബോധം പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഞാൻ മക്കയിൽ വെച്ച്, ദുനിയാവിൽ വെച്ച് അഥവാ ഭൂമിയിൽ വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടു. ഞാനിങ്ങനെ മേലേക്ക് നോക്കുമ്പോൾ എനിക്ക് ചക്രവാളം കാണുന്നില്ല. അതിന് മാത്രം ആകാശം നിറയെ 600-700 ചിറകുകളുള്ള ജിബ്രീൽ ഇങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞാൽ മലക്കുകളെ വലുപ്പാണ്. പ്രിയപ്പെട്ടവരെ, ഒരു മലക്ക് മതി കൈകാര്യം ചെയ്യാൻ. അങ്ങനെയുള്ള 70,000 മലക്കാണ് ഒരു കടിഞ്ഞാണം പിടിക്കുന്നത്. അങ്ങനത്തെ 70,000 കടിഞ്ഞാണുങ്ങൾ, ഓരോ കടിഞ്ഞാണിന്മേലും 70,000 മലക്കാണ്. പ്രിയപ്പെട്ടവരെ, ബുദ്ധിയുള്ളവർക്ക് നരകത്തിന്റെ വലുപ്പം മനസ്സിലാക്കി കിട്ടും. അങ്ങനത്തെ ആ നരകത്തെ അങ്ങനെ കൊണ്ടുവരുന്നതാണ്. എന്നിട്ട് ആ നരകത്തിലേക്ക് നരകത്തിലേക്ക് മനുഷ്യന്മാരും ജിന്നുകൾ ഭൂരിഭാഗം ആൾക്കാരും നരകത്തിലാണ്. നല്ല പറഞ്ഞ പ്രയോഗം ഭൂരിഭാഗം. നിങ്ങൾ ആലോചിക്കും, മുസ്ലിങ്ങൾ ന്യൂനപക്ഷേ ഉള്ളൂ ദുനിയാവിൽ. മുസ്ലിങ്ങൾ അല്ലാത്തൊരു നരകത്തിൽ സ്വർഗത്തിൽ പോകില്ല എന്ന് വിശ്വസിക്കുന്നവരെ. കാരണം ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാന്റെ ഇസ്ലാം സ്വീകരിച്ചവരെ എവിടേക്കുള്ളൂ? സ്വർഗത്തിലുള്ളൂ. അപ്പോ ന്യൂനപക്ഷമാണ് ആരുള്ളത്? മുസ്ലിം. ഇനി മുസ്ലിങ്ങളുടെ ഉള്ളിലേക്ക് വന്നാൽ തന്നെയോ അവരും എല്ലാവരും സ്വർഗത്തിൽ പോണവരല്ലല്ലോ. അപ്പൊ അള്ളാഹ് പറഞ്ഞത് ശരിയല്ലേ? മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും ഭൂരിഭാഗത്തെയും നരകത്തിൽ കൊടുക്കുന്നതാണ്. അങ്ങനെ നരകത്തിന് എല്ലാവരും കൊടുത്തിട്ട് അള്ളാഹ് ചോദിക്കുത്രയും
യൗമ നഖൂലു ലി ജഹന്നം, നരകത്തിനൊക്കെ കൊടുത്തിട്ട് നരകത്തോട് അള്ളാഹ് ചോദിക്കണം, ഹലിം തലഅ്തി, നിറഞ്ഞോ, നമുക്ക് മതിയായോ എന്ന്. ആ സമയത്ത് നരകം തിരിച്ചു ചോദിക്കുന്നത് ഹൽ മിൻ മസീദ്, ഇനിയുണ്ടോ റബ്ബേ എന്നാണ്. അവസാനം നിറയാത്ത നരകത്തിന്റെ മുകളിൽ അള്ളാഹു തന്റെ കദം വെക്കുമെന്നാണ്. ആ കദം വെക്കുമ്പോൾ നരകം പറയും എത്രയും മതി മതി എന്ന്. അള്ളാഹുവിന്റെ കദം വെക്കുമ്പോഴാണ് മതി, നിറഞ്ഞു എന്ന് പറയുള്ളൂ എന്നാണ്. അതുവരെ നിറയാത്തൊരു നരകത്തെ കുറിച്ചാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, താങ്ങാൻ ഒരു സെക്കൻഡ് പോലും, കുറച്ചൊക്കെ ഇവിടുന്ന് ഇങ്ങനെ കഴിച്ചിട്ട് അവിടുന്ന് കഴിച്ചിലാവുമല്ലോ, ഒന്ന് നരകത്തിക്കാൻ പോയിട്ട് ഇവിടുന്ന് ചെയ്ത തിന്മക്കുള്ള ശിക്ഷ അനുഭവിച്ച് പിന്നെ സ്വർഗത്തേക്ക് പോകുമല്ലോ. ശിർക്ക് ചെയ്യാതിരുന്നാ പോലെ മുജാഹിദുകളായ സലഫികളായ നമ്മുടെ പലപ്പോഴും ആശ്വാസത, ശിർക്കൊന്നും ഇല്ലല്ലോ, ശിർക്കില്ലെങ്കിൽ ശാശ്വതമായിട്ട് നരകത്തിൽ അന്നിടൂല. പിന്നെ ചെയ്യുന്ന ചെറിയ ചെറിയ തിന്മകളല്ലേ, അത് നരകത്തിലിട്ടിട്ട് അതിന്റെ ശിക്ഷ കഴിഞ്ഞാൽ പിന്നെ അള്ള സ്വർഗത്തിൽ കൊണ്ടുപോകുന്നു. പ്രിയപ്പെട്ട ഒരു സെക്കൻഡ് പോലും നമുക്ക് താങ്ങാൻ കഴിയാത്ത ഒന്നാണ് നരകം. ഞങ്ങൾക്കറിയണോ അതിന്റെ വലുപ്പം ഒന്നുകൂടി മനസ്സിലാക്കണമെങ്കിൽ റസൂലുള്ളാഹി പറയാണ്, ഒരു കാഫിറിന്റെ നരകത്തിന്റെ അവകാശിയുടെ ഒരു തൊലിയുടെ കട്ടി എത്രയാണെന്നോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന 42 മുഴാണ്. തൊലിക്ക് മാത്രം 42 മുഴം കട്ടി ഉണ്ടാവുന്നതാണ്. ഇനി വീണ്ടും റസൂലുള്ളാഹി പറയാ, അവന്റെ തേക്കയുണ്ടല്ലോ, പല്ല് നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അത് ഉഹദ് പർവ്വതത്തോളം. ഉഹദ് പർവ്വതം കണ്ട ആൾക്കാർ നമ്മളെ കൂട്ടത്തിൽ ഉണ്ടാവും. 7-8 കിലോമീറ്റർ നീളവും വീതിയൊക്കെയുള്ള സാധനമാണല്ലോ, അത്രത്തോളം വലുപ്പുണ്ട് തേറ്റക്ക് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും തുടർന്നു, ഇന്ന മജ്ലിസ മിൻ ജഹന്നം, അവൻ ഇരിക്കുന്ന ഇരിപ്പിടമുണ്ടല്ലോ നരകത്തിൽ, കമാ ബൈന മക്ക വൽ മദീന, മക്കന്റെയും മദീനന്റെ ഇടയിൽ എത്ര സ്ഥലമുണ്ടോ അത്രയും വിശാലം. ഒരു മനുഷ്യന് നരകത്തിൽ എത്ര സ്ഥലം വേണ്ടിവരും? ഇങ്ങനെ ഭൂരിഭാഗം ജനങ്ങളെയും ഇൻസുകളെയും മനുഷ്യരെയും അതല്ലെങ്കിൽ പിന്നെ ജിന്നുകളെയും കൊണ്ടുപോയിടുന്ന നരകം എത്ര വലുപ്പുണ്ടാവും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതിന്റെ കവാടങ്ങളാണ് ഈ മാസം അള്ളാഹ് നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നറിയോ, അടച്ചു തന്നിരിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസില് നരകത്തിന്റെ കവാടം അടക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരൊറ്റ വാചകത്തിൽ വായിച്ചോമ്പോൾ നമുക്ക് അതിന്റെ ആശയം മനസ്സിലാവില്ല. നിനക്കുള്ള ഒരു നരകാണ് അള്ളാഹ് ഒരു മാസം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വാതിലുകൾ കുട്ടി അടച്ചിട്ട് സ്വർഗത്തിന്റെ ഇങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, വിലയും നിലയും ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഉപയോഗപ്പെടുത്തണം. നരകമോചനത്തിന്റെ മാർഗങ്ങളിൽ ഒന്നാമത്തേത് പ്രിയപ്പെട്ടവരെ, നമ്മൾ നോക്കുന്ന നോമ്പ് തന്നെയാണ്. ഇന്ന് അല്ലെ 10ലേക്ക് നമ്മൾ ആദ്യത്തെ 10 നമ്മിൽ നിന്ന് അവസാനിക്കാനിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, തുടക്കമുണ്ടായപ്പോൾ ഉള്ള ഒരു ഇഖ്ലാസും ഈമാനും ഇല്ലെങ്കിൽ ഈ നരകമോചനത്തിന് കാരണമാകുന്ന നോമ്പായിട്ട് ഇത് സ്വീകരിക്കപ്പെടില്ല. അതുകൊണ്ട് എടുക്കുന്ന നോമ്പ് നിയ്യത്ത് മിസ്സാവാതെ, അതേ സമയം ഓൺലൈനിലും വേണ്ടാത്തത് കണ്ടും ചിലവഴിക്കാതെ, കളവ് പറഞ്ഞും തോന്നിയാസം പറഞ്ഞും ചിലവഴിക്കാതെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന നോമ്പുകാരനായി കഴിയണം. എന്നാലേ നരകത്തിന് മോചനം കിട്ടുള്ളൂ. രണ്ടാമത്തേത്, നരകമോചനത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. രണ്ടാമത്തേത് പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിക വസ്ത്രം ധരിച്ചവർക്ക് സ്വർഗം, നരകത്തിൽ നിന്ന് മോചനം ഉണ്ട് എന്നാണ്. കാരണം ഇസ്ലാമിക വസ്ത്രം ധരിക്കാത്തവർക്ക് നരകം എന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളെ കുറിച്ച് പറഞ്ഞു. സ്ത്രീകളെ കുറിച്ച് മാത്രമല്ല, പുരുഷന്മാരെ കുറിച്ച് പറഞ്ഞു. സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ റസൂലുള്ളാഹി തുടങ്ങിയത് എന്താണെന്നറിയോ? ആ ഹദീസിന്റെ തുടക്കം നമ്മൾ അറിയണം. ഞാൻ കണ്ടിട്ടില്ലാത്ത നരകത്തിന്റെ 2 കൂട്ടം അവകാശികളുണ്ട് എന്നാണ്. റസൂലുള്ളാഹി കണ്ടിട്ടില്ല 2 ടീമിൽ. റസൂലുള്ളാഹി ഹദീസ് തുടങ്ങിയത് അങ്ങനെയാണ്. 2 കൂട്ടം ആളുകൾ, അവർ നരകത്തിന്റെ ആളില്ല, പക്ഷെ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവരെ കണ്ടിട്ടില്ല എന്നാണ്. ഒന്നാമത്തത് പറഞ്ഞത് ഒരു കൂട്ടം അക്രമകാരികളായ ഭരണാധികാരിമാരെ സംബന്ധിച്ച. രണ്ടാമത്തത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നബി കാണാത്ത നരകത്തിന്റെ അവകാശികളെ കുറിച്ച് എന്ന് പറഞ്ഞാൽ ധരിച്ചിട്ടുണ്ട്, വസ്ത്രം ധരിച്ചവരാണ്, പക്ഷെ നഗ്നകളായ സ്ത്രീകളാണ്. റസൂലുള്ളാഹി കണ്ടിട്ടില്ല, പക്ഷെ അവർ നരകത്തിന്റെ അവകാശികളാണ്. നബിന്റെ കാലത്തപ്പ അതിനർത്ഥം എന്താണ്? അങ്ങനത്തെ പെണ്ണുങ്ങള് ഉണ്ടായിട്ടില്ല എന്നായിരിക്കാം ഒരു പക്ഷേ വിശദീകരണം. എന്നിരുന്നാലും ശരി, അവർ കുണുങ്ങി നടക്കുന്നവരാണ്. മറ്റുള്ളവരെ വശീകരിക്കാൻ വേണ്ടി ശാരീരികമായ രൂപത്തിൽ അവർ നടക്കുന്നവരാണ്. അവർക്ക് നരകത്തിലാണ് സ്ഥലമുള്ളത്. അവരങ്ങനെ ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ നിറച്ച് ഭക്ഷണം കഴിച്ച ഒട്ടകത്തിന്റെ പൂഞ്ഞ എങ്ങനെ നിറഞ്ഞു നിൽക്കുമോ, അത് നിറഞ്ഞു കഴിഞ്ഞാൽ അത് ആടുന്നത് പോലെ അവർ ശരീരം മാറ്റി നടക്കുന്നവരാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരികളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ശ്രദ്ധിക്കുക. നമ്മുടെ വീടകത്ത് അങ്ങനത്തെ സ്ത്രീകൾ
അങ്ങനത്തെ സ്ത്രീകൾ ധരിക്കാത്തവർ, ഔറത്ത് മറക്കാത്തവരെന്ന പ്രയോഗം പെടില്ല, ധരിച്ചവരാണെന്നാണ്, ധരിക്കാത്തവരല്ല. ഒരുപക്ഷെ പൂർണ്ണമായി ഔറത്ത് മറച്ചിട്ടുണ്ടാവും, പക്ഷെ ഇസ്ലാം പറഞ്ഞ വസ്ത്രധാരണം ആയിട്ടുണ്ടാവില്ല. പെൺമക്കളാകട്ടെ, സഹോദരികളാകട്ടെ, ഇത് കേൾക്കുന്ന സ്ത്രീകളാകട്ടെ, പ്രിയപ്പെട്ടവരെ, റമളാൻ മാസം എല്ലാം കൊണ്ടും നന്നാകാനുള്ള മാസമാണ്. വീട്ടിന്റെ അകത്ത് ഹറാമായ വസ്ത്രങ്ങളെ ഒഴിവാക്കി ഹലാലായ ഇസ്ലാമിക സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്ന, നരകമോചനം ലഭ്യമാകുന്ന വസ്ത്രങ്ങൾക്ക് തീരുമാനമെടുക്കേണ്ട ഒരു മാസം കൂടിയാണിത്. നമ്മുടെ പെൺകുട്ടികൾക്ക് നമ്മളെ വയർപ്പ് ഒലിപ്പിച്ചുണ്ടാക്കിയ വസ്ത്രം ഹറാമാണെങ്കിൽ അവർക്ക് മാത്രമല്ല പങ്ക്, നമുക്ക് കൂടി അതിൽ പങ്കുണ്ടാവും നരകത്തിൽ എന്ന് നമുക്ക് തിരിച്ചറിയണം. പുരുഷന്മാരെ കുറിച്ച് നരകത്തിലേക്ക് പോകാതിരിക്കാൻ വസ്ത്രദാന രംഗത്ത് സ്വീകരിക്കാൻ പറഞ്ഞ നിലപാട് അഥവാ നെരിയാണിക്ക് താഴെ പോകുന്ന വസ്ത്രം കൊടുത്ത മനുഷ്യൻ അവൻ നരകത്തിലാണ്. നരകത്തിൽ നിന്ന് മോചനം വേണോ, നെരിയാണിക്ക് മുകളിൽ ഒരു പുരുഷന് വസ്ത്രം വേണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇന്നത്തെ കാലത്ത് അതൊന്നും നമുക്കൊരു വിഷയം തന്നെ അല്ലാതായി തീർന്നു. ആദർശമുള്ളവരും ആദർശമില്ലാത്തവരും ഒക്കെ കണക്കാ. നോക്കൂ, നിങ്ങൾ പ്രായമായവർ ഇവിടെയുണ്ട്, അവരോടൊന്ന് ചോദിച്ചു നോക്കൂ. പണ്ടത്തെ കാലത്ത് ആദർശമുള്ളവരെ തിരിച്ചറിയാൻ നീണ്ട താടിയും നെരിയാണിക്ക് മുകളിലെ വസ്ത്രവും ഉണ്ടായിരുന്നു. ഇയാൾ തൗഹീദുള്ള മനുഷ്യനാണ് എന്ന് തോന്നിയിരുന്ന, മനസ്സിലായിരുന്ന ഒരു കാലഘട്ടം ഇവിടെയുള്ള പ്രായമുള്ളവരോട് ചോദിച്ചാൽ കിട്ടും. പ്രിയപ്പെട്ടവരെ, ഇന്ന് തൗഹീദുള്ളവരും ഇല്ലാത്തവരും ഒക്കെ സമമാണ്. ഒരു സദസ്സിലേക്ക് നോക്കിയാൽ ഒക്കെ സമമാണ്. എന്നാൽ അള്ളാഹിന്റെ റസൂലിന്റെ ഈ സുന്നത്തിനെ പിൻപറ്റിയിട്ടില്ല എങ്കിൽ നരകാണ്. സ്വർഗത്തേക്ക് പോണോ, നമ്മുടെ നെരിയാണിക്ക് മുകളിൽ വസ്ത്രം വേണമെന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മറ്റൊന്ന് പ്രിയപ്പെട്ടവരെ, നരകമോചനം കിട്ടാൻ ലഹരിയിൽ നിന്ന് അകലുക എന്നുള്ളതാണ്. ലഹരി ഉപയോഗിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. റമളാൻ മാസത്തിൽ രാവിലെ സുബഹിന്റെ ബാങ്ക് കൊടുത്തത് മുതൽ മഗ്‌രിബിന്റെ ബാങ്ക് വരെ അതിനോട് കൈ തൊടാത്ത മനുഷ്യന്മാരെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്തേ പിന്നെ ബാക്കിയുള്ള മാസങ്ങൾ നമുക്ക് ഒഴിവാക്കിക്കൂടാ? കുല്ലു മുസ്കിരിൻ ഹറാം. റസൂലുള്ളാഹിന്റെ ഹദീസിൽ പറയാണ്, ലഹരി ഉണ്ടാക്കുന്ന എല്ലാതും ഹറാമാണ്. ലഹരി ഉണ്ടാക്കുന്ന എല്ലാതും ഹറാമാണ്. അപ്പൊ ചില ആൾക്കാർ പറയും, എനിക്ക് ലഹരി ഉണ്ടാക്കണം, നിങ്ങളൊന്നും നിർത്തി. കൊല്ലം കുറെ ലഹരി ഉണ്ടാകാതെ നിർത്താൻ പറ്റാത്തത് നിങ്ങളൊന്ന് നിർത്തി. ലഹരി ഇല്ല എന്ന് സ്വയം പറയുന്നവർ, അത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അതൊന്ന് നിർത്തുവേൻ. നിർത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ലഹരി ഉണ്ട് എന്നുള്ളതിന് കൂടി ഒരു തെളിവ്. റസൂലുള്ളാഹിന്റെ ഹദീസിന്റെ തുടക്കം അങ്ങനെയാണ്, കുല്ലു മുസ്കിരിൻ ഹറാം. ലഹരി ഉണ്ടാക്കുന്നത് ഹറാമാണ്. ഹറാം എന്ന പദത്തിന് വല്ലാത്ത ശക്തി ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞവരാ നമ്മൾ. റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന അലല്ലാഹി അസ്സ വജല്ല അഹ്ദൻ ലിമൻ യശ്റബുൽ മുസ്കിർ. ലഹരി ഉപയോഗിക്കുന്ന മനുഷ്യന്മാരോട് അള്ളാഹു ഒരു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതെന്താണെന്നറിയോ? അവന് തീനത്തുൽ ഖബാൽ കുടിക്കപ്പെടും എന്നാണ്. തീനത്തുൽ ഖബാൽ കൊടുക്കുമെന്ന ഒരു വാഗ്ദാനുണ്ട്. സ്വഹാബത്തിന് മനസ്സിലായില്ല, നബിയേ യാ റസൂലല്ലാഹ് വമാ തീനത്തുൽ ഖബാൽ, എന്താണ് തീനത്തുൽ ഖബാൽ? റസൂലുള്ളാഹി പറഞ്ഞു, നരകത്തിലെ മനുഷ്യന്മാരുടെ ശരീരത്തിൽ നിന്നുള്ള വിയർപ്പാണ്. അല്ലെങ്കിൽ ആ നരകത്തിലെ മനുഷ്യന്മാരുടെ ശരീരത്തിൽ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന ജലമാണ്. ഇതിന്റെ പേരാണ് തീനത്തുൽ ഖബാൽ. ഇത് ലഹരി ബാധിച്ചവർക്ക് കിട്ടുന്ന ഒരു നരകത്തിലാണ് കിടക്കുക ലഹരി ബാധിതർ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നു. പ്രിയപ്പെട്ടവരെ, റമളാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ തിന്മകളും നിർത്താനുള്ള ഒരു മാസം കൂടിയാണ് എന്നുള്ള നിലയ്ക്ക് നമുക്കതിന് ഉപയോഗിക്കാൻ കഴിയേണ്ടതുണ്ട്. നാലാമത്തേത്, അള്ളാഹുവിനെ ഭയന്ന് കരഞ്ഞ കണ്ണുകളാ പ്രിയപ്പെട്ടവരെ. ലാ യലിജുന്നാർ, നരകം സ്പർശിക്കുകയില്ല. റജുലുൻ, ഒരു മനുഷ്യനെ, അള്ളാഹനെ പേടിച്ച് കരഞ്ഞ ഒരു മനുഷ്യനെ നരകം സ്പർശിക്കുകയില്ല. പിന്നെ കറന്നെടുത്ത പാലകിടിലേക്ക് തിരിച്ചു കയറാത്തതുപോലെ തന്നെ ആ മനുഷ്യനെ നരകം എന്തില്ല, സ്പർശിക്കുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, കരഞ്ഞു പറയാൻ ഒരുപാടുണ്ട് അള്ളാഹിന്റെ മുമ്പിൽ. അള്ളാഹിന്റെ ശിക്ഷ പേടിച്ച് കരയാൻ നമുക്ക് ഒരുപാടുണ്ട്. ചെയ്തത് ഇന്നത്തേത് ഇങ്ങനെ പതിയെ നമ്മുടെ ഹിസ്റ്ററി ഒന്നിങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി. അള്ളാഹിന്റെ മുമ്പിൽ അള്ളാഹ് ശിക്ഷിക്കുമോ എന്ന പേടിയോടുകൂടി കരയാൻ നമുക്ക് ഒരുപാടുണ്ട്. പ്രിയപ്പെട്ടവരെ, കരയേണ്ട മാസമാണ്. അങ്ങനെ കരഞ്ഞാൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കൂടി റസൂലുള്ളാഹി പഠിപ്പിച്ചു. മറ്റൊന്നും കൂടി സൂചിപ്പിക്കട്ടെ, ഖുർആന്റെ മാസമാണ്. ഖുർആൻ കൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൊത്തത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നത്. പാരായണം നമ്മളെല്ലാവരും ഉഷാറായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പാരായണം നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം.
എന്നാൽ ഹസൻ അൽ ബസരി റഹ്മഹുള്ള പറയുന്നത് ഖുർആൻ ലിയുതദബ്ബറ വയുഅമലു ബിഹി, ഖുർആൻ ഇറങ്ങിയത് ചിന്തിക്കാൻ വേണ്ടിയിട്ടും അമൽ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. എന്നാൽ ഫത്തഖദു തിലാവതഹു അമല, എന്നാൽ പല ആളുകളും അത് ഖിറാഅത്ത് മാത്രം നടത്തി അവസാനിപ്പിക്കുന്നു എന്നാണ്. ഖിറാഅത്തിന് കൂലിയില്ല, എന്നാൽ അതിന് പ്രാധാന്യമുണ്ട്, പ്രതിഫലമുണ്ട്. എന്നാൽ അതിന് മാത്രമല്ല ഖുർആൻ ഇറക്കിയിട്ടുള്ളത്, ചിന്തിക്കാനും അമലെടുക്കാനുമാണ് എന്നാണ്. ഇബ്നുൽ ഖയ്യിം റഹ്മഹുള്ള പറയുന്നുണ്ട്, ഖുർആൻ പകർത്തുക എന്ന് പറഞ്ഞാൽ ഖുർആനിലെ ഹലാലിനെ ഹലാലായും ഹറാമിനെ ഹറാമായും കാണുക എന്നുള്ളതും അതിലെ ഉപദേശങ്ങളെയും നിയമങ്ങളെയും ജീവിതത്തിലേക്ക് പാലിക്കുക എന്നതുമാണ്. ഇനി ഒരു മനുഷ്യൻ ഹാഫിളാണ് എന്ന് പറഞ്ഞാൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ അവസാനത്തെ ഇഖ്ലാസ് വരെ അവൻ, അല്ലെങ്കിൽ നാസ് വരെ അവന്റെ മനഃപ്പാഠം ഹാഫിളാണ്. പക്ഷെ അവൻ ജീവിതത്തിൽ ഇതൊന്നും പകർത്തുന്നില്ല, അവന്റെ അർത്ഥം അവൻ അതിനോടൊരു ബന്ധവുമില്ല എന്നാണ് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള നമ്മളോട് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പാരായണം അതിപ്രധാനമാണ്. അതിനേക്കാളും പ്രധാനമാണ് അതിന്റെ ആശയ തലങ്ങളിലേക്കുള്ള പഠനവും വായനയും. അത്തരത്തിലേക്കുള്ള അവസരങ്ങളാണ് പലപ്പോഴും നമ്മൾ ഒരുക്കാറുള്ളത്. ഈ വരുന്ന ഞായറാഴ്ച, ഈ ആഴ്ചയല്ല, അടുത്ത ഞായറാഴ്ച 8-ാം തീയതി നമുക്ക് എല്ലാവർക്കും എഴുതാൻ പറ്റിയ രൂപത്തിലേക്കുള്ള ചെറിയൊരു എക്സാം, 3 സൂറത്ത് പഠിക്കാൻ വേണ്ടി, സൂറത്തു സജദയും അഹ്സാബും സൂറത്തു സബവും പഠിക്കാനും വായിക്കാനും വേണ്ടി ചെറിയൊരു എക്സാം ഇൻഷാ അല്ലാഹ് അടുത്ത ഞായറാഴ്ച നമ്മൾ നടത്തുന്നുണ്ട്. അത് പഠിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയ നമ്മളൊക്കെ അതിൽ വേണം. കുട്ടികൾക്കും സൂറത്തുൽ അലഖിന്റെ തഫ്സീർ വെച്ചുകൊണ്ട് അവർക്കും അതിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് അത്തരം പഠന സംവിധാനങ്ങളിൽ നമ്മൾ ഉണ്ടാകണം. ഒന്നുകൂടി ഇത്തഖുന്നാറ, അല്ലാഹുവിന്റെ റസൂൽ പറയും, നരകത്തെ സൂക്ഷിക്കണങ്ങള്. തമ്പ്ര, ഒരു കാരക്കന്റെ കഷ്ണം കൊടുത്തിട്ട്, കാരക്കൊടുത്തിട്ടെന്നല്ല റസൂലുള്ള പറഞ്ഞത്, കാരക്കന്റെ ഒരു ചീള് കൊടുത്തിട്ടെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം. ഈ കാരക്കന്റെ ചീളും കിട്ടിയില്ല നിങ്ങൾക്ക് സ്വതക്ക ചെയ്യാൻ, നിങ്ങൾ ഒരു നല്ല വർത്തമാനം പറഞ്ഞിട്ട് സ്വതക്ക ചെയ്യുവിനെന്ന് റസൂലുള്ള നമ്മളോട് പറഞ്ഞു, നരകത്ത് നിന്ന് രക്ഷപ്പെടാൻ പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്വതക്ക കൊടുക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ട്. ഇന്ന് ഇഫ്താറുണ്ട്, അടുത്ത ആഴ്ചകളിൽ ഇഫ്താറുകളുണ്ട്, നമ്മുടെ കുട്ടികളുടെ ഇഫ്താറുകളുണ്ട്. ഈ നോക്കി, നിങ്ങൾ പെരുന്നാൾ വന്നാൽ ഉടുപ്പ് പഠിക്കാനില്ലാത്ത കുട്ടികൾക്ക് ഈദ് കിസ് ഫണ്ട് നമ്മളൊരു 1300 രൂപ കൊടുത്ത വാങ്ങാൻ. നമ്മളെ മഹല്ല് മുന്നോട്ട് പോകുന്നത് നമ്മളെ സ്വതക്കേണ്ടോ റമദാനിനെ സ്വതക്കേണ്ടോണ്. ഇനി നമ്മൾ പുതിയ സംരംഭങ്ങൾ ആലോചിക്കുന്നത് നമ്മുടെ സ്വതക്ക മുന്നിൽ കണ്ടുകൊണ്ടാണ്. അതൊക്കെ എന്തിനാന്ന് വെച്ചാൽ ഇത്തഖുന്നാറ, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം, എന്തെങ്കിലും കൊടുത്തിട്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കട്ടെ നമ്മുടെ ഒരു നോമ്പും റമദാനും മുന്നോട്ട് പോകുന്നത്. പൊട്ടിയടക്കപ്പെട്ട നരകത്തിന്റെ വാതിലുകൾ അങ്ങനെ തന്നെ വെച്ച് തുറക്കപ്പെട്ട സ്വർഗത്തിലേക്കുള്ള മാർഗങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വലാഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഉസല്ലി വനുസല്ലിമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖൂ ഇബാദല്ലാഹ്. സഹോദരങ്ങളെ, സഹോദരികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് അവനെ ഭയപ്പെട്ട് ജീവിക്കണേ എന്നൊരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. വിശുദ്ധ ഖുർആൻ നരകത്തിന്റെ ഭീകരത വിശദീകരിക്കുന്നിടത്ത് ഒന്നുകൂടി നമ്മളോട് പറയുന്നത്, അള്ളാഹു പറയണേ, പരലോകത്ത് മൈതാനിൽ ഇങ്ങനെ എല്ലാവരും കാണുന്നതാണ്. നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ മഹലിലുള്ള മുഴുവൻ മനുഷ്യന്മാരും പാടെ ഒരിടത്ത് ഒരുമിച്ച് കൂട്ടാൻ നമ്മുടെ നാട്ടിലൊരു സ്ഥലമില്ല. ഇനി ഒരുമിച്ച് കൂടിയാൽ തന്നെ ഒന്നാമത്തെ സുഫിലുള്ളവരെ അവസാനത്തെ സുഫിലുള്ളവരെ കാണാൻ കഴിഞ്ഞോളന്നില്ല. അള്ള പറയണ പരലോകത്ത് അള്ള സംവിധാനിക്കുന്ന അക്ഷരം എങ്ങനെയെന്നറിയോ, എല്ലാവർക്കും അങ്ങോട്ടും കാണാനാണ്. എത്ര മനുഷ്യന്മാരുണ്ടാവും, കോടാന കോടി വരുന്ന മനുഷ്യന്മാർ മഹ്ശറിൽ ഒരുമിച്ച് കൂടിയാലും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റുമെന്ന്. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാം. കുടുംബക്കാരും നാട്ടുകാരും അയൽപ്പക്കക്കാരും എല്ലാവരും ഉണ്ടാവുന്നത്. എന്നിട്ട് അള്ള പറയണേ, അവിടുന്ന് ഒരു മുജ്രിമ്, ഇവിടുന്ന് തോന്നിയാസിയായി ജീവിച്ച മനുഷ്യണ്ടല്ലോ, അവന്റെ ഒരു ആഗ്രഹം അല്ല അവിടുന്ന് പറയുന്നത്, ഓരോ നരകത്തിൽ ഇടാൻ നിൽക്കുകയാണ്. പക്ഷെ ഓന്റെ മനസ്സിലുള്ള ആഗ്രഹം നിന്റെ കുട്ടിനെ കൊടുത്തിട്ടാണെങ്കിലും നരകത്തേക്ക്, നിന്റെ മോനെ കൊടുത്തിട്ടാണെങ്കിലും നിന്നൊന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരുന്നെങ്കിൽ എന്നവൻ ആഗ്രഹിക്കുന്നതാണ്. നിന്റെ ഭാര്യനെ കൊടുത്തിട്ടാണെങ്കിൽ, നിന്റെ കൂടപ്പറപ്പുകളെ കൊടുത്തിട്ടാണെങ്കിൽ, നിന്റെ നാട്ടുകാരല്ലെങ്കിൽ ദുനിയാവിലെ എല്ലാ മനുഷ്യന്മാരെയും കൊടുത്തിട്ടാണെങ്കിലും ശരി, എന്നെ ഒന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരുന്നെങ്കിൽ. സ്വന്തം കുട്ടിയെ നരകത്തിൽ കൊടുക്കുക. പ്രിയപ്പെട്ടവരെ,
ദുനിയാവിലെ അവസ്ഥ എന്താവും? നമുക്ക് ജീവിതത്തിൽ അപായം വന്നാലും സ്വന്തം കുട്ടിയെ സംരക്ഷിച്ചിട്ട് സ്വന്തം ജീവൻ കളഞ്ഞ ബാപ്പമാരെ ഉമ്മമാരെ ചരിത്രം നമുക്ക് നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ വായിച്ചെടുക്കാനുണ്ട്. പരലോകത്തെ പക്ഷെ അങ്ങനെയല്ല. സ്വന്തം കരവറ നമ്മള് നഫ്സി നഫ്സി എന്ന് പറയാറുണ്ടെന്ന് പറഞ്ഞല്ലോ, ശരിക്കും നഫ്സിയാണ്. കാരണം കുട്ടിനെ കൊടുത്തിട്ടാണെങ്കിലും ശരി നരകത്തിൽ നിന്ന് കണ്ട് രക്ഷപ്പെടുത്തിക്കൊണ്ട എന്ന് ആഗ്രഹിച്ചു പോണ ഒരു ലോകമാണ് പരലോകവും നരകവും എന്നാണ് ഖുർആൻ നമ്മുടെ മുമ്പിൽ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ആരെങ്കിലും സ്വർഗത്തിന് വേണ്ടി 3 തവണ തേടിയാൽ ആ സ്വർഗം പറയും, അല്ലാഹ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവനുണ്ടല്ലോ, ഓനെ ഒന്ന് സ്വർഗത്തേക്ക് പ്രവേശിക്കണം. 3 തവണ സ്വർഗം ചോദിച്ചാൽ അതിന്റെ ബാക്കി നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആരെങ്കിലും അള്ളാഹിനോട് 3 തവണ തേടിയാൽ നരകം പറയുമത്ര അള്ളാഹ് നരകത്തിൽ നിന്ന് അവനെ അരകറ്റി കൊടുക്കണേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്നും ജീവിതത്തിൽ ഒരു 3 തവണയെങ്കിലും സ്വർഗത്തിന് വേണ്ടി തേടാനും നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടാൻ വേണ്ടി തേടാനും നമുക്ക് കഴിയണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനൻ നാർ എന്നൊരു 3 തവണ ദിനേന എന്നോണം അള്ളാഹുവിനോട് തേടാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അത് സ്വർഗമാർഗമാണ്, നരകമോചനത്തിന്റെ മാർഗമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു റമളാൻ നമുക്കൊരു പക്ഷേ അവസാനത്തേതാകാം, അതല്ലെങ്കിൽ ഒരു തുടർച്ചയാകാം. എന്തിരുന്നാലും ശരി, 2026 ഈ ഒരു റമളാൻ 2 ഇംഗ്ലീഷ് മാസങ്ങൾ കടന്നു വരുന്ന ഫെബ്രുവരിയും മാർച്ചും കടന്നു വന്ന ഈ ഒരു റമളാൻ ഉണ്ടല്ലോ, ഇത് നമുക്ക് നാളെ പരലോകത്ത് സാക്ഷി പറയുന്ന റമളാനാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. തിരക്കുകൾ അല്ലാഹ് നമ്മളെ പല നിലക്കും ഷുഗലിലാക്കും. ഹോസ്പിറ്റൽ കേസുകളും മറ്റതൊക്കെ അല്ലാഹ് നമ്മളെ മുമ്പിലൂടെ കൊണ്ടുവന്ന് നമുക്ക് പലതൊന്നും വിട്ടുനിന്ന് നമ്മളെ ബിസിയാക്കി ലോക്കിലാക്കാൻ ശ്രമിക്കും. കാരണം നമ്മുടെ നിലപാട് അറിയാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ നിലപാടുകളിലെല്ലാം എന്റെ കൂടെ റബ്ബുണ്ടെന്നും റമളാനിനെ ഉപയോഗിക്കുന്ന യഥാർത്ഥ അടിമയാണ് ഞാനെന്നും അള്ളാഹ്ക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു ആ നിലക്ക് ജീവിതത്തെ ക്രമീകരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അതിനുള്ള തൗഫീഖ് കൂടി അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവേ, റയ്യാൻ കവാടത്തിലൂടെ ഞങ്ങളെ നീ പ്രവേശിപ്പിക്കേണ്ട റഹ്മാനെ. ഒരുപാട് തിന്മകൾക്ക് റമളാൻ വന്നപ്പോൾ പോമിട്ടിട്ടുണ്ട് റബ്ബേ, അവർക്കൊക്കെ ഒന്ന് ഫുൾ സ്റ്റോപ്പ് ഇട്ട് അത് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാത്ത രൂപത്തിലേക്ക് നിർത്തലാക്കാൻ ഞങ്ങൾക്ക് നീ കഴിയണേ, തൗഫീഖിനെ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹ്, ഭൂമിക്കടിയിൽ കിടക്കുന്ന ഞങ്ങളെ വേണ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്, മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ, സ്വതക്ക ചെയ്യണം എന്ന ആഗ്രഹവുമായി വ്യത്യസ്ത തടസ്സങ്ങളുമായി ജീവിക്കുന്നവരുണ്ട്. അള്ളാഹ്, അവരുടെ മനസ്സിൽ നിന്നും ആ തടസ്സങ്ങളെ നീക്കി സ്വതക്കുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ധാരാളമായി ഒരു മനുഷ്യൻ പോലും, ഭാര്യ പോലും അറിയാതെ സ്വതക്ക നിർവഹിക്കുന്ന, രഹസ്യത്തിൽ സ്വതക്ക നിർവഹിക്കുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹ്, അവർക്ക് അവരുടെ ധനത്തിലും മക്കളിലും നീ ബർക്കത്ത് ചൊരിയണമേ റഹ്മാനെ. പാരത്രിക ലോകത്ത് സ്വർഗം നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മഹല്ലിനെ മുന്നോട്ടുള്ള നടത്തിപ്പിന് പുറത്തു പോകാനും മറ്റുള്ള മഹല്ലുകളിൽ പോയി മറ്റുള്ളവരുടെ മുമ്പിൽ ചോദിക്കാനും കഴിയാത്ത രൂപത്തിൽ, അതിന് അവസരമില്ലാത്ത രൂപത്തിൽ ഞങ്ങളാൽ ഈ ഒരു മഹല്ലിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സമ്പന്നത നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. اللهم صل على محمد. أقم الصلاة.